നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു. അപ്പം അത് സ്വാഭാവികമായിട്ടും നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ കോളിളക്കമൊക്കെ സൃഷ്ടിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു ഇപ്പോൾ നടന്നത്. അപ്പം എല്ലാ പാർട്ടിക്കാരും അവരുടേതായിട്ടുള്ള സ്റ്റാൻഡിൽ അവരെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ പരമാവധി വോട്ട് പിടിക്കാനൊക്കെ ആയിട്ട് എല്ലാവരും ശ്രമിച്ചു. നല്ല ജനങ്ങൾ അവർക്ക് വേണ്ട ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ തിരഞ്ഞെടുപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ സംഭവം എല്ലാം തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇപ്പോൾ തോറ്റ ബാക്കി പാർട്ടിക്കാർക്കൊന്നും കുഴപ്പമില്ല. ഒരു പാർട്ടിക്ക് മാത്രം തോറ്റു കഴിഞ്ഞു. ഭരണവിരുദ്ധ വികാരം ഇല്ല കേട്ടോ. ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല, ഞങ്ങളുടെ ഒരു കോട്ടയല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ. പിന്നെ വേറെ എവിടുന്ന് ഇസ്രായേലിൽ നിന്നോ ഇറാനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ കണ്ടൊക്കെ ആൾക്കാർ വന്നിട്ട് അവരുടെ വോട്ടൊക്കെ പിടിച്ചിട്ടാണ് ഇവർ ജയിച്ചേക്കുന്നത്. പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ ന്യായീകരണങ്ങൾ നമുക്കിങ്ങനെ മെഴുകാണ്. ന്യായീകരണം കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് മെഴുകി പണ്ടാറടങ്ങുന്ന രീതിയിലാണ്. എന്തിനാ ഇതിനൊക്കെ നിൽക്കുന്നത്? അതായത് നമ്മളിപ്പം ഈ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം സാധാരണഗതിയിൽ നമ്മൾ പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ജയം അംഗീകരിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ തോൽവി അംഗീകരിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ തോറ്റെന്ന് വെച്ചാൽ തല പോകുന്ന കേസൊന്നുമല്ലല്ലോ. തോറ്റു, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ, തെരഞ്ഞെടുപ്പ്, അതായത് ജനവിധി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ ജനങ്ങൾ തിരഞ്ഞെടുത്തു. അത് നമ്മൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നിട്ട്. ഇത് ഗുജറാത്തിൽ നിന്ന് കുറേ ആൾക്കാർ വന്നു, പാകിസ്ഥാനിൽ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ വോട്ട് ചെയ്തിട്ടാണ് ഇവർ ജയിച്ചത് എന്നൊക്കെ പറയേണ്ടത് വല്ല കാര്യമുണ്ടോ? ആ മണ്ഡലത്തിൽ തന്നെ ഉള്ള വോട്ടർമാർ തന്നെ ചെയ്ത വോട്ടല്ലേ, അതുകൊണ്ടല്ലേ ജയിച്ചേ. എന്ത് കഷ്ടമാണെന്ന് നോക്കണം അല്ലേ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.